ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ വയറിങ്ങിന് ഉപയോഗിക്കുന്ന പൈപ്പാണ്. വയറിങ്ങിന് ഉപയോഗിക്കുന്ന പൈപ്പ് ബെൻഡ് കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന പൈപ്പിനെ കുറിച്ചിട്ടാണ് ഡീറ്റെയിൽസ് വീഡിയോ നമ്മൾ ഇന്ന് വീഡിയോ ചെയ്തിരിക്കുന്നത്. ഈ പൈപ്പാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. വയറിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ പൈപ്പാണിത്. ഇത് നമുക്ക് കോൺക്രീറ്റിൻ്റെ അകത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് അതിൻ്റെ പൈപ്പ് വരുന്നത്. പൈപ്പ് നല്ല സ്ട്രെങ്ത് ആണ്. അതായത് ശരിക്കും ഇത് ബ്ലേഡിന് കട്ട് ചെയ്താൽ മാത്രമേ കട്ടാവുന്നുള്ളൂ. ഞെക്കിയാൽ പോലും നിങ്ങൾ നല്ല പ്രഷർ ഉപയോഗിച്ച് ഞെക്കിയാൽ പോലും അത് അമർന്നു പോകുന്ന അവസ്ഥ നമ്മൾ കാണുന്നില്ല. അതായത് അത്രയും സ്ട്രോങ് ആണ് വരുന്നത്. അത്രയും സ്ട്രോങ് ആണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ബ്ലേഡിന് കട്ട് ചെയ്യാൻ വളരെ സിമ്പിളായിട്ട് ബ്ലേഡിന്, അതായത് ഹാക്സോ ബ്ലേഡിന് വളരെ സിമ്പിളായിട്ട് കട്ട് ചെയ്തെടുക്കാം. അതുമാത്രമല്ല, നമുക്ക് ബെൻഡുകളുടെ ആവശ്യം തന്നെ വരുന്നില്ല. ബെൻഡുകളില്ലാതെ തന്നെ ഡയറക്റ്റായിട്ട് എവിടേക്കാണോ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അവിടേക്ക് നമ്മൾ വളരെ സിമ്പിളായിട്ട് കൊടുക്കാം. പണ്ട് നമ്മൾ വയറിങ് ചെയ്ത പോലെ തന്നെ നമുക്ക് ഏത് സ്റ്റേജിൽ വേണമെങ്കിലും വളച്ച് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ലെവലിലേക്ക് കൊണ്ടുപോയതിന് ശേഷം അവിടെ ആണി വെച്ച് ഉറപ്പിച്ചാൽ മാത്രം മതി. നമുക്കതിലൂടെ വയറുകൾ, ഇതിപ്പോൾ നമുക്ക് 16 mm ആണ്. ഞാൻ ജസ്റ്റ് അതിൻ്റെ അകത്ത് നിങ്ങളെ കാണിച്ചു തരാം. അതിൻ്റെ അകത്ത് മാർക്കിങ് എഴുതിയിട്ട് 16 mm ആണ് നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്ന പൈപ്പ് ഒന്ന്. ഇതിനകത്തേക്ക് എങ്ങനെ വന്നാലും നമുക്ക് ഏകദേശം നല്ല രീതിയിൽ തന്നെ വയർ കാര്യങ്ങൾ ഏകദേശം ഒരു 8 വയർ എടുത്തെങ്കിലും, ഏറ്റവും കുറഞ്ഞ 1 സ്ക്വയർ 8 വയറെങ്കിലും നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഓവറായിട്ട് ടൈറ്റ് ആവാത്ത രീതിയിൽ വലിച്ചു കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അതുമാത്രമല്ല, ഈ പൈപ്പ് നമ്മൾ ഉപയോഗിച്ചിട്ടാണ് നമുക്ക് കോൺക്രീറ്റിൻ്റെ അകത്തിടാണെങ്കിൽ ഏറ്റവും സുഗമമായിരിക്കും. കോൺക്രീറ്റിൻ്റെ അകത്ത് നമ്മൾ ISI പൈപ്പ് കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിടുന്ന സമയത്ത് ISI ബെൻഡ് അതിൻ്റെ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പക്ഷേ വളരെ സിമ്പിളായിട്ട് തന്നെ അതിൻ്റെ ബെൻഡും കാര്യങ്ങളൊക്കെ വരുന്നത് വളച്ചൊക്കെ ചെയ്തതിന് ശേഷം, കമ്പി കെട്ടുന്ന സമയത്ത് വളച്ചൊക്കെ ചെയ്തിട്ട് വേണം നമുക്ക് അതിനകത്ത് ചെയ്യാനായിട്ട്. പക്ഷേ അതൊന്നും ആവശ്യമില്ല. നേരെ നമ്മൾ ഈ പറഞ്ഞ ലെവലിൽ നമുക്ക് എവിടേക്കാണോ നമുക്ക് ഇടാൻ ഉദ്ദേശിക്കുന്ന പൈപ്പ് അതിലേക്ക് നമുക്ക് വളരെ സിമ്പിളായിട്ട് കൊടുക്കുക. പൈപ്പ് കൊടുക്കുക, ആ പൈപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നേരെ അടുത്ത സെക്ഷനിലേക്ക് അടുത്ത പൈപ്പുകളിൽ ഇട്ട് കൊടുക്കുക. അത്രയും ചെയ്താൽ മാത്രം മതി. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഈ പൈപ്പിലൂടെ വളരെ സിമ്പിളായിട്ട് തന്നെ വയറ് കാര്യങ്ങളെല്ലാം വലിച്ചെടുക്കാനായിട്ട് എളുപ്പമായിരിക്കും. അപ്പോൾ ഈ പൈപ്പ് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് കോൺക്രീറ്റിൻ്റെ അകത്ത് ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമുക്ക് ഈ പറഞ്ഞ ഭിത്തിയിൽ യൂസ് ചെയ്യാൻ സാധിക്കും. രണ്ടിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഈ പൈപ്പ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ തന്നെ നമുക്ക് വണ്ണം കൂടിയ ടൈപ്പ് വരുന്നുണ്ട്, മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇനി അത് വേണമെങ്കിൽ നമുക്ക് വാങ്ങിച്ച് യൂസ് ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം നമുക്ക് സർക്യൂട്ട് കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാനായിട്ട് എളുപ്പമായിരിക്കും. നമുക്ക് എളുപ്പമായിട്ട് നമുക്ക് കൊണ്ടുപോകാം. മാക്സിമം ബെൻഡുകൾ ഒഴിവാക്കിയും കൊണ്ട് നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് സാധാരണ ലെവലിൽ ഒരു പൈപ്പ് കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് 4 ബെൻഡൊക്കെ കൊടുത്തതിന് ശേഷം 4 ബെൻഡാണ് സാധാരണ സ്പ്രിങ് തള്ളിയ വയർ വലിക്കാനായിട്ട് നമുക്ക് കിട്ടാറ്. പക്ഷേ ഇതാകുമ്പോൾ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല ലെങ്ത്തിൽ തന്നെ നമുക്ക് പൈപ്പ് ഇട്ടാലും വളരെ സിമ്പിളായിട്ട് തന്നെ വലിച്ച് കാര്യങ്ങളെല്ലാം വയർ കാര്യങ്ങളൊക്കെ വലിച്ച് ഓക്കെ ആക്കി എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ പൈപ്പിനെ കുറിച്ചിട്ട് ഏകദേശം ഒരു ഐഡിയ കിട്ടി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. അതുപോലെ എന്തെങ്കിലും ഡൗട്ട്സുകളോ കാര്യങ്ങളുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് അതിനെക്കുറിച്ചിട്ട് ഏതാണോ സെക്ഷൻ വരുന്നത് ആ സെക്ഷനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.